പടം കൊള്ളായിരുന്നു, നല്ല വൈബ് പടം. പക്ഷേ എന്താ പറയുക, ഭയങ്കര നല്ല കിടിലം അങ്ങനത്തെ ഒരു ലെവലിലൊന്നുമില്ല. പക്ഷേ കൊള്ളാം, എബോ ആവറേജ് ആണ്. നല്ല കണ്ടിരിക്കാൻ നല്ല വൈബ് പടമാണ്. പിന്നെ ഈ റെസ്ലിംഗ് ഫാൻസിനൊക്കെ കണ്ടിരിക്കാൻ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്കയുടെ എൻട്രി ആണ് ഈ സിനിമയിലെ ഏറ്റവും പീക്ക് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. അത് അത്രയും നേരം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഡൗൺ ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് മമ്മൂക്കയുടെ എൻട്രി വരുമ്പോഴേക്കും അടിപൊളിയായിരുന്നു. ഫിലിം വൈബ് കൊള്ളായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര എത്തിയിട്ടില്ല. പക്ഷേ ഈ കോസ്റ്റ്യൂം റെസ്ലിംഗ് അങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണല്ലോ ഇവിടുത്തെ സിനിമയിൽ വരുന്നത്. അതുകൊണ്ട് കൊള്ളാം. നല്ല പടം. മമ്മൂക്ക പടം ഓക്കെ ബ്രോ, കുഴപ്പമില്ല. എനിക്ക് വർക്കായി. സ്റ്റോറിയും കഥയും വലുതായി വർക്കായെങ്കിലും പ്രിഡിക്റ്റബിൾ ആണെങ്കിലും ആക്ഷന് വേണ്ടി എനിക്ക് കണ്ടിരിക്കാൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഇത്രയും കൊള്ളായിരുന്നു. മ്യൂസിക്കും അടിപൊളിയായിരുന്നു. ശങ്കർ എഹ്സാനിലായി സൂപ്പർ കിട്ടിലായിട്ട് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ മമ്മൂട്ടിയുടെ ഇൻട്രോഡക്ഷൻ തുടക്കത്തിൽ ഒന്ന് കാണിക്കും, ചെറിയൊരു ഇൻട്രോ. അത് ക്ലൈമാക്സിൽ എനിക്ക് ആ കോസ്റ്റ്യൂമേ വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. ഒരു അത്ര ഒരു ഹൈപ്പ് കയറ്റിയിട്ടേ നമുക്ക് ഇൻട്രോയിൽ സാധനം കിട്ടും. അത് ക്ലൈമാക്സ് ഇല്ലാതെ പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ കൊള്ളാം, പൊളി സിനിമ. നല്ലൊരു കളർ പടമായിരുന്നു. പിന്നെ ക്യാമിയോ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കളർ പടമായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റായിട്ട് പച്ചയല്ല, ഇത് ചത്ത പുച്ഛം മാത്രമേ ഉള്ളൂ. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. ഒരാവശ്യമില്ലാതെ മമ്മൂക്കയെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വെറുതെ അനാവശ്യ ഹൈപ്പെല്ലാം കൊടുത്തു കൊണ്ടുവന്നിട്ട് ഒരു കഥയും ഇല്ല. നമ്മുടെ സ്വന്തം പൈസ നമ്മൾ പോയി കണ്ടു, നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നു. പടം പോരാ, ബിലോ ആവറേജ്. ഒരു ഗുമ്മുമില്ല. അദ്ദേഹത്തിനെ കാണിക്കുമ്പോൾ ഒരു ഗുമ്മുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഗ്ലാമറിനെ മലയാളത്തിൻ്റെ മഹാനടൻ നിലയിൽ നമുക്ക് ഒരിക്കലും അംഗീകരിച്ച മതിയാവുള്ളൂ. പക്ഷേ ഈ പടത്തിനകത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ല. ഇപ്പോൾ ചത്ത പച്ച എന്ന പേരിനകത്ത് ചത്ത പുച്ഛം മാത്രമേ ഇതിനകത്തുള്ളൂ. കാരണം ഒരു ഇമ്പാക്റ്റും അതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പടം പോരാ. ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നമുക്ക് കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം പോലും കേൾക്കാതെ തന്നെ നമുക്ക് ആ പടം എത്രത്തോളം ഫൈനലിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളത്. പക്ഷേ അതിനകത്ത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ. അതുകൊണ്ട് ഈ പടത്തിനകത്ത് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ മമ്മൂട്ടിക്കും സാധിച്ചിട്ടില്ല, പടത്തിനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇറ്റ്സ് ഓവറോൾ ബിലോ ആവറേജ്. ദാറ്റ്സ് ഓൾ. എന്നെ വിളിച്ചത് ലാലേട്ടനുണ്ട്, ഞാൻ വരും. ചില പടത്തിൻ്റെ ലെങ്ത് കട്ട് കൂടിയുണ്ട്, ലാലേട്ടനെ കട്ട് ചെയ്യും. അതിൻ്റെ ഒരു വിഷമമാണ്, മാറും. ആരെങ്കിലും സഹായിച്ചു കൊടുക്കും. നല്ല പടം, വേറെ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. പിന്നെ മറ്റുള്ളവർ പറയാൻ നോക്കിയിട്ട് കാര്യമില്ല. പടം നല്ല പടം, നല്ല പടം. കൊച്ചി സ്റ്റൈൽ പടമാണ്, നല്ല പടം. എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അർജുൻ മെഗാസ്റ്റാറിനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? പുള്ളി കൊണ്ടുവന്ന് അങ്ങേര് കൊണ്ടുപോകും പടം, അങ്ങേരെ പേരിലാവും പടം. അർജുന കളക്കണം. ഇപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൊള്ളാം, നൈസാണ്, അടിപൊളിയാണ്. നമുക്ക് ആദ്യം കുറച്ച് ചിരിയൊക്കെ ഉണ്ടെങ്കിലും പിള്ളേർ സെറ്റാക്കി. ദുൽഖർ സൽമാൻ പ്രൊഡക്ഷനിൽ വന്ന ആദ്യത്തെ പടം. ദുൽഖർ സൽമാൻ പ്രൊഡക്ഷനിൽ വന്ന പടങ്ങളിൽ ഒരു മിനിമം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അത് അതുപോലെ ഇതിലുണ്ട്. 2026 മലയാളത്തിലെ ആദ്യത്തെ ഹിറ്റ് തന്നെയാണ്. അതിൽ 100% ഒരു സംശയവും വേണ്ട. ഫസ്റ്റ് ഹാഫ് ഒരു ലെവൽ കത്തിക്കലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ലെവലിലാണ് സെക്കൻഡ് ഹാഫ് കൊണ്ട് വെച്ചത്. അതിൻ്റെ ഇടയ്ക്ക് മമ്മൂക്കയുടെ എൻട്രിയും കൂടെ അതും കൂടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ തിയേറ്റർ ഒരു ഫെസ്റ്റിവൽ മൂഡിലോട്ട് മാറി. പടം കത്തിച്ച് ഒരാളെന്ന് പറഞ്ഞില്ല, എല്ലാവരും വാൾട്ടറിൻ്റെ പിള്ളേരെ തൊടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതിനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ക്ലൈമാക്സിൽ മമ്മൂക്ക വന്നിട്ട് 1.5 കത്തിക്കലായിപ്പോയി. പടം വൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും കൊണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പടം. സൂപ്പർ. അതായത് WWE ഫാൻസ് ഇല്ലേ, അവർക്ക് മിസ് ചെയ്തൊരു കാലമുണ്ട്. അതൊക്കെ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു റിംഗ് ഫൈറ്റ് തന്നെയാണ് പടത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് അതുപോലെ നിലനിർത്തി പടം എന്തായാലും കാണുന്നവർക്ക് മോശമാവാനോ ബോറടിക്കാനോ ഒന്നുമില്ല. പടം സെറ്റാണ്.